നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം. നടി പാർവതിയുമായുള്ള പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് മക്കൾക്കൊപ്പം സുഖജീവിതം നയിക്കുകയാണ് ഇരുവരും. പാർവതി സിനിമകളിലൊന്നും സജീവമല്ലെങ്കിലും ജയറാം സിനിമകളിലെല്ലാം സജീവമാണ്. പത്മരാജന്റെ അപരൻ എന്ന സിനിമയിലൂടെയാണ് ജയറാം സിനിമയിലേക്ക് എത്തുന്നത്. ഏറെ നാളുകളായി മലയാള സിനിമാ രംഗത്ത് നിന്നും മാറി നിന്നിരുന്ന നടൻ മിഥുൻ മാനുവൽ ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയാണ് ജയറാം. ഇപ്പോഴിതാ തന്റെ ഏറ്റവും പുതിയ സിനിമ അബ്രഹാം മൊസ്ലറിന്റെ പ്രമോഷന്റെ ഭാഗമായി ബിഹൈൻഡ് വുഡ്സ് ജയറാം ഫാൻസ് മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. ഫാൻസ് മീറ്റിൽ ജയറാം പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. മലയാളത്തിലെ ചില താരങ്ങളുടെ പേരുകൾ അവതാരക പറഞ്ഞു. അവരിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ അവസരം കിട്ടിയാൽ എന്തെടുക്കുമെന്നാണ് ജയറാമിനോട് അവതാരക ചോദിച്ചത്. അതിന് വളരെ സത്യസന്ധമായിട്ടാണ് മറുപടി താരം നൽകിയത്. ആ മറുപടികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ആദ്യം അവതാരക പറഞ്ഞ പേര് മമ്മൂട്ടിയുടേതായിരുന്നു. മമ്മൂക്കയുടെ മനുഷ്യത്വം താൻ എടുക്കുമെന്നായിരുന്നു ജയറാമിന്റെ മറുപടി. നടൻ എന്ന രീതിയിൽ മോഹൻലാലിനെ പോലെ ആകണമെന്നാണ് ഭൂരിഭാഗം മലയാള താരങ്ങളും പറയാറ്. എന്നാൽ മനുഷ്യൻ എന്ന രീതിയിൽ തങ്ങളുടെ റോൾ മോഡലായി പലരും മമ്മൂട്ടിയുടെ പേരാണ് പറയാറ്. സഹജീവി സ്നേഹത്തിന്റെയും പരിഗണന നൽകുന്നതിന്റെയും കാര്യത്തിൽ മമ്മൂട്ടിയെ മറികടക്കാൻ മറ്റാരുമില്ല. രണ്ടാമതായി അവതാരക പറഞ്ഞത് മോഹൻലാലിന്റെ പേരായിരുന്നു. അതിന് ജയറാം നൽകിയ മറുപടി ലാൽ സാറിന്റെ തോളിന്റെ ചെരുവെടുക്കുമെന്നാണ്. അദ്ദേഹം ചെറിയ നാണത്തോടെ തോളും ചിരിച്ച് ആൾക്കൂട്ടത്തിന് ഇടയിലൂടെ നടന്നു വരുമ്പോൾ നോക്കി നിന്നു പോയിട്ടുണ്ടെന്നാണ് ജയറാം പറയുന്നത്. പിന്നീട് സുരേഷ് ഗോപിയുടെയും ദിലീപിന്റെയും പേരാണ് അവതാരക പറഞ്ഞത്. അതിന് ജയറാം നൽകിയ മറുപടിയും രസകരമായിരുന്നു. മനുഷ്യത്വത്തിന് അപ്പുറത്ത് എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ പേരിൽ പറയാം. എനിക്ക് പിറക്കാതെ പോയ ജ്യേഷ്ഠനാണ് സുരേഷ് ഗോപി. എന്റെ എന്ത് കാര്യവും എന്റെ ജ്യേഷ്ഠനോട് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ. ആഴ്ചയിൽ 2-3 പ്രാവശ്യം വിളിക്കും. സുരേഷ് ഗോപി ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ ആളുകളെ സഹായിക്കാൻ വേണ്ടി ചെലവഴിക്കുകയാണ്. വരുന്ന 17-ാം തീയതിയിൽ ഗുരുവായൂരിൽ വെച്ച് സ്വന്തം മകളുടെ കല്യാണമാണ്. ഓരോ കാര്യത്തിന് വേണ്ടിയും രാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടുകൊടുക്കും. സ്വന്തം മോൾക്ക് സ്വർണം എടുക്കാൻ പൈസയുണ്ടോ എന്ന് നോക്കില്ല. കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസയുണ്ടോ എന്ന് നോക്കില്ല. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന പൈസ വേറെ ആർക്കെങ്കിലും കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അതാണ് സുരേഷ് ഗോപി. ദിലീപിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവന്റെ ഹാർഡ് വർക്കാണ് ഞാൻ എടുക്കുക. എറണാകുളത്ത് വെച്ചാണ് ദിലീപുമായുള്ള സൗഹൃദം ആരംഭിക്കുന്നത്. ഇന്നും അവനുമായും ആ സഹോദര ബന്ധവും സ്നേഹവും ഉണ്ട്. അവൻ എന്റെ അനിയനെ പോലെയാണ്. സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവനാണവൻ എന്നാണ് ജയറാം പറഞ്ഞത്. ജയറാം പറഞ്ഞ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. എന്നാൽ മമ്മൂട്ടി ജയറാം കോംബോയിലെത്തിയ എബ്രഹാം മൊസ്ലർ ആദ്യ ദിനം തന്നെ വലിയ തരംഗം കേരള ബോക്സ് ഓഫീസിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം ചിത്രത്തിന്റെ പ്രധാന ആകർഷണ ഘടകമായത് മമ്മൂട്ടിയുടെ സാന്നിധ്യമായിരുന്നു. ജയറാമിന്റെ മികവ് തിരിച്ചുവരവിന് കൂടി ഇത് കാരണമായിരുന്നു. ആദ്യ ദിനം ആഗോളതലത്തിൽ 6 കോടിയിലേറെ ജയറാം ചിത്രം കളക്ഷൻ നേടി. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.